വെള്ളിയാഴ്ച റിലീസായ തമിഴ് ചിത്രം അയല, ആ സിനിമയെക്കുറിച്ചിട്ടുള്ള വീഡിയോ റിവ്യൂ ആണ് ഇത്. ശിവകാർത്തികൻ അഭിനയിച്ച് രവികുമാർ സംവിധാനം ചെയ്ത സിനിമയാണ്. രവികുമാർ ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇൻട്ര് നേട്ര് നാളെ. അത് ഒരു അടിപൊളി ചിത്രമായിരുന്നു, ഒരു സ്കൈഫൈ കോമഡി സിനിമയായിരുന്നു. 2015 റിലീസായ സിനിമ. അപ്പോൾ അയലാനിലോട്ട് വരുമ്പോൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് നാളായി. VFX ഒക്കെ കുറേ വർഷങ്ങൾ എടുത്താണ് ഇവർ ചെയ്തത്. ഈ കൊറോണയൊക്കെ വന്നപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വെള്ളിയാഴ്ച പൊങ്കൽ റിലീസായിട്ട് സിനിമ റിലീസായിരിക്കുന്നത്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയ ഇമ്പ്രഷനൊന്നും തോന്നിയില്ല. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോഴുണ്ടല്ലോ അതിൻ്റെ ആ ഒരു VFX പാർട്ട് നല്ല ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നി. ഒരു 70% VFX നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഫാൻറ്റം സ്റ്റുഡിയോസാണ് ഇതിൻ്റെ VFX ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏലിയൻ ക്രീച്ചറൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കുറേ പോർഷൻസൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ VFXന് പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു 70% നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ VFX കൊള്ളാമല്ലോ, അവർ മോശമാക്കാതെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. ഈ സിനിമ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്, ഫാമിലീസും ചിൽഡ്രൻസും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള സ്റ്റോറിയൊക്കെ തന്നെയാണ്, പ്രഡിക്റ്റബിളാണ്, ഭയങ്കര നമുക്ക് ട്വിസ്റ്റോ സസ്പെൻസോ അങ്ങനെയൊന്നുമില്ല. ശിവകാർത്തികൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് തമിഴ്. പുള്ളി ഒരു നാട്ടിൻപുറത്ത് ജനിച്ചതാണ്, അവിടെ നിന്ന് സിറ്റിയിലോട്ട് വരുന്നു. ഇതിനിടയ്ക്ക് വില്ലനായ ശരത് കേൽക്കർ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. പുള്ളി ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഭൂമിക്ക് തന്നെ പ്രശ്നമാകുന്നുണ്ട്. ഇതറിഞ്ഞിട്ട് ഏലിയൻ അയലാൻ എന്ന് പറയുന്നത്, ഏലിയൻ എന്ന് പറഞ്ഞാൽ തമിഴ് ഉദ്ദേശിക്കുന്ന ഏലിയനാണ്. ടാറ്റു എന്ന് പറയുന്ന ഒരു ഏലിയൻ വരികയാണ്. അപ്പോൾ ടാറ്റുവും തമിഴും കൂടെ ചേർന്നിട്ട് ഭൂമിയെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് സിനിമയുടെ കഥ പറയുന്നത്. ഒരു സ്കൈഫൈ ജനർ തന്നെയാണ്. അതിൻ്റെ കൂടെ ഫാൻറ്റസി ഉണ്ട്, സൂപ്പർ ഹീറോ സബ്ജക്റ്റും കൂടെ ഈ സിനിമയിൽ ഡെവലപ്പ് ആകുന്നുണ്ട്. നമ്മൾ കുറേ ഈ പറഞ്ഞ സ്കൈഫൈ മൂവീസ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ അതേ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. ഈ ചിൽഡ്രൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ എലമെൻറ്റ്സ് സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ശിവകാർത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. ശിവകാർത്തികൻ, യോഗി ബാബു, കരുണാകരൻ, ഈ ടാറ്റു, ഏലിയൻ, ഇവരൊക്കെ തമ്മിലുള്ള കോംബോ സീൻസൊക്കെ അത്യാവശ്യം രസിച്ച് കണ്ടുകൊണ്ടിരിക്കുക. ചില കോമഡീസ് വർക്കൗട്ട് ആയിട്ടുണ്ട്, ചിലത് വർക്കൗട്ട് ആയിട്ടില്ല. നായിക രാഘുൽപ്രീത് സിംഗിനൊന്നും ഭയങ്കര റോൾ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇഷ ഗോപികർ, വില്ലൻ്റെ ടീമിൽ വരുന്നതാണ് ഇഷ ഗോപികറിനെ ഒരുപാട് നാളിന് ശേഷം സ്ക്രീനിൽ കാണാൻ പറ്റി. ഇഷ ഗോപികറും ശരത് കേൽക്കറും ഒക്കെ ആ സീനൊക്കെ അത്യാവശ്യം കൊള്ളാവുന്നതായിരുന്നു. സിനിമ ഫസ്റ്റ് ഹാഫിൽ നല്ല പേസിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഒരു ഫ്ലോ, ആ സിനിമയുടെ ഒരു ഫ്ലോയിൽ നമുക്ക് കണ്ടിരിക്കാം. ഞാൻ കാണാൻ പോയപ്പോൾ ഒരുപാട് ഫാമിലീസൊക്കെ സിനിമ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ സിനിമ എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ലോജിക്കോ ഒന്നും നോക്കാതെ, ഭയങ്കര ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനിൽ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ അവർ ഈ പൊങ്കൽ ഫെസ്റ്റിവലിനെ ഫാമിലീസിനെയും ചിൽഡ്രൻസിനെയും ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഡീസൻ്റ് ആയിട്ടൊരു സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ അയലാൻ കണ്ടിരിക്കാം. പിന്നെ അയലാൻ ടാറ്റുവിന് സൗണ്ട് കൊടുത്തിരിക്കുന്നത് സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥിൻ്റെ വോയിസ് നല്ല രസമായിട്ട് സൂട്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ടാറ്റുവും ശിവകാർത്തികനുമായിട്ടുള്ള കുറേ സീക്വൻസ് ഒക്കെ നല്ല രസമായിരുന്നു. കുറച്ച് ഇമോഷണലൊക്കെ ചില സീൻസിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ കോയി മിൽഗയ സിനിമയിലെ ET-യിലൊക്കെ കണ്ട പോലെ നല്ല രസമായിട്ട് തന്നെ ആ ഒരു ടാറ്റുവിന് ഒരു VFX കൊടുത്തിട്ടുണ്ട്. അത് നമുക്കെന്താ പറയുക, അത് ഭയങ്കര ബ്ലെൻഡായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. ആ ഒരു പോർഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവർ VFX ഔട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ സിനിമയുടെ എടുത്തു പറയാവുന്ന ഒരു പോസിറ്റീവ്സ് ആയിട്ടാണ് തോന്നിയത്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഇത്രയുമൊക്കെ ക്വാളിറ്റി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തിയേറ്ററിൽ നമുക്കത് വലിയ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഇവർ ചെയ്ത VFXൻ്റെ ആ ഒരു ഔട്ടിൻ്റെ കുറേ നല്ല വശങ്ങൾ നമുക്കറിയാൻ പറ്റും. അത് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ AR റഹ്മാനാണ് BGM-ഉം സോങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊന്നും വലിയ ഇമ്പ്രഷനായിട്ട് എനിക്ക് തോന്നിയില്ല. യന്ത്രൻ്റെ ഒരു റിപ്പീറ്റ് മ്യൂസിക്കൊക്കെ പല സ്ഥലത്തും വരുന്നുണ്ട്. സൂറോ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്, അത് എടുത്തിരിക്കുന്ന രീതിയൊക്കെ കാണാൻ കൊള്ളായിരുന്നു. പിക്ചറൈസേഷൻ, വിഷ്വൽസൊക്കെ കൊള്ളായിരുന്നു. പിന്നെ അയലാൻ എന്ന് പറയുന്ന ഒരു സോങ്, അതും നൈസായിരുന്നു. അല്ലാതെ ഭയങ്കര BGM എഫക്റ്റോ ഭയങ്കര സോങ്സ് ഒരു അടിപൊളിയോ എന്നൊന്നും പറയാനില്ല, കണ്ടിരിക്കാം. ശിവകാർത്തികൻ അദ്ദേഹം ഒരു ജനപ്രിയ നടനാവുന്നത് ഫാമിലീസിനെയും ചിൽഡ്രൻസിനെയും ഒക്കെ അവരെ ഒരുപാട് സിനിമകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊടുത്തുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ആ ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടി ശിവകാർത്തികൻ്റെ ഒരു സിനിമ നല്ല രസിച്ച് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ് അയല. ഇതാണ് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് പറയുക, അല്ലെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും പറയുക. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീ സ്റ്റോക്കീസ് തന്നെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ശ്രീ സ്റ്റോക്കീസ് കൂടി പിന്നീട് കാണാം.